2019 നടൻ ബാബുരാജിൽ നിന്നും പിന്നെ മറ്റേ ഒടിയന്റെ ഡയറക്ടർ മിസ്റ്റർ ശ്രീകുമാർ, അദ്ദേഹം 2020 ഇവര് ആണ് മെയിനായിട്ടും, ഇവരിൽ നിന്നാണ് മെയിൻലി എനിക്ക് പീഡനം സഹിക്കേണ്ടി വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ നടൻ ബാബുരാജിന് സഹോദരനെ പോലെ, അത് കാരണം അദ്ദേഹത്തിന്റെ പെരുമാറ്റം വളരെ വിശ്വസനീയമായ രീതിയിലായിരുന്നു. ഒരു ദയനീയമായ അതായത് ഒരു പാവപ്പെട്ട പെൺകുട്ടി എന്ന നിലയിൽ അവരെ രക്ഷിക്കണം, സഹായിക്കണം എന്നൊക്കെയുള്ള ഒരു അപ്രോച്ചിലാണ് അദ്ദേഹം എന്നോട് ഇടപെട്ടത്. ആ ഒരു വിശ്വാസ്യത വെച്ച് മുതലെടുത്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ ആലുവയിലുള്ള വീട്ടിൽ പോയത്. ഇപ്പോ 1-2 പ്രതികരണങ്ങൾ ഞാൻ കണ്ടു. അദ്ദേഹത്തിന് ആലുവയിൽ വീടില്ല, അല്ലെങ്കിൽ വീട് വാസയോഗ്യമല്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് യൂട്യൂബിൽ പല ബ്ലോഗ്സ് ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം താമസിച്ചിരുന്ന ആ സ്ഥലത്ത് എത്തിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ ഒരു പബ്ലിക് സ്കൂൾ ഉണ്ട്. അവിടെ ചെന്നാൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ ഉള്ള വീടാണോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അവിടെ വീടുണ്ട്, അദ്ദേഹത്തിന് ജീവൻ എന്ന് പറയുന്ന ഒരു അസിസ്റ്റന്റ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ സത്യമാണ് വെളിപ്പെടുത്തുന്നത്. എനിക്കിതിപ്പോ ഇദ്ദേഹത്തിന്റെ മുഖത്ത് കരി വാരി തേച്ചിട്ട് ഒന്നും നേടാനില്ല. കാരണം ഞാൻ ഇപ്പോ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളല്ല. പിന്നെ ഇത് സമൂഹത്തിനോട് പറയുക, അല്ലെങ്കിൽ ഈ സിനിമയിൽ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും ഇല്ലാതാക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഞാൻ ലൈവിൽ വന്നിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ പോവുകയും അവിടെ സിനിമയുടെ ഡയറക്ടറും കൺട്രോളറ് മറ്റെല്ലാവരും വരുന്നുണ്ട്. അവരുമായി നേരിട്ട് സംസാരിച്ചുകൊണ്ട് നല്ലൊരു റോള് നമുക്ക് എടുക്കാം. പിന്നെ അദ്ദേഹം ഇത്രയും പ്രശസ്തനായ ഒരു നടനാകുമ്പോൾ അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ നല്ലൊരു അവസരമാണെങ്കിൽ അതിലൂടെ നമ്മുടെ ലൈഫിൽ നല്ലൊരു ബെറ്റർ കരിയർ കിട്ടും എന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ പോകുന്നത്. പക്ഷെ പ്രത്യേകമായ ചില വിഷമങ്ങളുമാണ് എനിക്ക് അവിടെ സഹിച്ചു വന്നത്. അതിന്റെ 2 നില വീടാണ്. വീടിന്റെ താഴെ റെസ്റ്റ് ചെയ്യാൻ തരികയും കഴിക്കാണ് പറഞ്ഞ് വന്ന് വിളിച്ചു. തുറന്ന സമയത്താണ് അദ്ദേഹം റൂമിനുള്ളിൽ കയറിയതും പിന്നീട് മോശമായ രീതിയിൽ സംസാരങ്ങളും മറ്റു പ്രതികരണങ്ങളും എല്ലാവരെയുമായി പീഡിപ്പിക്കുകയും ചെയ്തത്. ഇത് സത്യമായ കാര്യമാണ്. ആരെയും മോശക്കാരാക്കാനല്ല ഞാനിത് പറയുന്നത്. അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹം വരുന്നു എന്ന് കേട്ടപ്പോൾ അയാൾ ഒരിക്കലും അതിന് അർഹനല്ല എന്ന് വെളിപ്പെടുത്തണം എന്ന ഒറ്റ ഉദ്ദേശത്തോടാണ് ഞാൻ ഇത് പറയുന്നത്. അതിന് പിന്നിൽ മറ്റു ചില ആളുകളുണ്ട്, നിങ്ങൾ പണം വാങ്ങി എന്നൊക്കെ പറയുന്നതാണെന്നാണ് ബാബുരാജ് പറയുന്നത്. കേൾക്കാമോ? അതായത് ബാബുരാജ് പറയുന്നത് ബാബുരാജ് പറയുന്നത് നിങ്ങൾ മറ്റാരുടെ കയ്യിൽ നിന്നോ പണം വാങ്ങി വെളിപ്പെടുത്തൽ നടത്തുന്നു എന്നാണ്. തീർച്ചയായും എനിക്ക് ആരുടെയും പൈസയുടെ ആവശ്യമില്ല. സത്യസന്ധമായിട്ടും ഞാൻ പറഞ്ഞു, എനിക്കിപ്പോ ഞാനൊരു കുടുംബിനിയാണ്. എനിക്ക് സപ്പോർട്ടിന് ഇപ്പൊ ആരുടെയും പൈസ വാങ്ങിച്ച് ജീവിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഞാൻ സത്യസന്ധമായ എന്റെ ഭർത്താവിനോട് ഇതൊക്കെ വെളിപ്പെടുത്തിയത് കൊണ്ടാണ് എനിക്കിതൊക്കെ തുറന്നു പറയാൻ ഒരു അവസരം കിട്ടിയത്. ഇത്രയും മോശമായ കാര്യങ്ങൾ ഒരാൾ പീഡിപ്പിച്ചു എന്ന് സ്വന്തം ഭർത്താവിനോട് പറയാൻ ധൈര്യം കാണിച്ച ഒരു പെൺകുട്ടിയാണ് ഞാൻ. ആ മനുഷ്യന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഞാൻ പറയുന്നത്. അയാളുടെ സംരക്ഷണയിൽ ജീവിക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. ഇന്ന് ഞാൻ സിനിമയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ആരുമായിട്ടും എനിക്ക് ആരുടെയും പൈസയുടെ ആവശ്യമില്ല. ഞാൻ പേഴ്സണലി ഞാൻ അനുഭവിച്ച കാര്യം. കാരണം നമ്മളിപ്പോ ബാബുരാജിനെ പറ്റി പറയുന്നു, ശ്രീകുമാറിനെ പറ്റി പറയുന്നു. നമുക്ക് അനുഭവം ഉണ്ടായവരെ പറ്റി പറയാനേ നമുക്ക് പറ്റുള്ളൂ. എത്രയോ നല്ല നടന്മാര് സിനിമയിലുണ്ട്. അവരെ പറ്റി ഒന്നും നമ്മൾ ഒരു പരദൂഷണമായിട്ടോ അവരെ പറ്റി. അതായത് ഈ സ്ക്രിപ്റ്റ് റൈറ്ററും സംവിധായകരും ഒക്കെ ഈ ബാബുരാജിന്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണോ നിങ്ങളെ അവിടെ എത്തിച്ചത്? അല്ലാതെ ആരിൽ നിന്നും പണം വാങ്ങും ഇതൊന്നും പറയേണ്ട കാര്യം എനിക്കില്ല. കേൾക്കുന്നുണ്ട്. ആ വീട്ടിലേക്ക് എത്തിച്ചത് സ്ക്രിപ്റ്റ് റൈറ്ററും സംവിധായകനും ഒക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാണോ? ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു ഉച്ചയോടുകൂടിയാണ് ഞാൻ അവിടെ എത്തുന്നത്. പിന്നീട് എന്റെ കയ്യിൽ പൈസയും ഒന്നും, ഞാനൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ജീവിക്കണം, നല്ലൊരു നിലയിലെത്തണം, സിനിമയിലൊക്കെ നല്ല പൈസയൊക്കെ കിട്ടുന്ന ഒരു മേഖലയാണ്. എന്നൊക്കെ എനിക്ക് കഴിവുമുണ്ട്. അപ്പൊ ആ കഴിവ് കാണിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയ്ക്കാണ് പോകുന്നത്. അപ്പൊ അവിടെ എത്തിയപ്പോ അവരൊക്കെ വരാൻ വൈകുമെന്നാണ് അയാൾ പറഞ്ഞത്. അയാളെ വിശ്വസനീയമായ ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് ഞാൻ അവിടെ നിന്നതും.
പിന്നീടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ വന്നത്. അതിനുശേഷം അയാളുമായിട്ട് ഞാൻ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. അന്ന് ആ കണക്ഷൻ വിടുകയും ചെയ്തു. ഇയാൾ എങ്ങനെയാണ്, അതായത് ബലാത്സംഗം ചെയ്യാൻ അയാൾ ഉദ്ദേശിച്ചിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ അയാളുടെ പെരുമാറ്റം കണ്ടപ്പോൾ? ബോധ്യപ്പെടാന്ന് വെച്ചാൽ അയാളോട് സംസാരിച്ചപ്പോഴൊന്നും അങ്ങനെ ഒരു ഹിന്റ് ഒന്നും അയാൾ തന്നിട്ടില്ല. താൻ എപ്പോഴും വിളിക്കും, താനൊരു നല്ല കുട്ടിയാണ്, നല്ല കഴിവുണ്ട്, വിചാരിച്ചാൽ സിനിമയിൽ കയറി പറ്റും, ലൈഫ് ഇങ്ങനെയൊന്നും പോയാൽ പോരല്ലോ, ഞാൻ എന്ത് സഹായത്തിനും കൂടിയുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്.